നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ വൻ MDMA വേട്ട. 3 പേർ കുമ്പള പോലീസിന്റെ പിടിയിൽ. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. കാസർഗോഡ് പെർളയിൽ 8 വയസ്സുകാരനെ തെരുവ് നായ കടിച്ചുകീറി. പെർള ടൗണിൽ നിൽക്കുകയായിരുന്ന കുട്ടിയെ പിന്നിലൂടെ എത്തി നായ ആക്രമിക്കുകയായിരുന്നു. ചുറ്റും ആൾക്കാരുണ്ടായ സമയത്താണ് നായ ആക്രമണം നടത്തിയത്. ലൈംഗിക വൈകൃതത്തിന്റെ മനുഷ്യരൂപമായി മാറി ഓടിയൊളിക്കുന്ന രാഹുൽ മാങ്കുട്ടത്തെ പോലെയുള്ള ക്രിമിനലുകളെ തീറ്റിപ്പോറ്റുന്ന UDF മുഴുവൻ കൊള്ള സംഘങ്ങളുടെ താവളമായി മാറിയെന്ന് SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം നിതീഷ് നാരായണൻ കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നടന്ന LDF മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പടന്ന ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് 10ാം വാർഡ്. പരത്തിച്ചാൽ ഉദിനൂർ സെൻട്രൽ UDFും LDFും മാറി മാറി ഭരിച്ച ചരിത്രമുള്ള പടന്ന പഞ്ചായത്തിൽ ഇക്കുറി 10ാം വാർഡിൽ ഇരു മുന്നണിക്കും നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. 2ാം പിണറായി ഗവൺമെന്റും 3ാം നരേന്ദ്രമോദി ഗവൺമെന്റും ഒറ്റക്കെട്ടാണെന്നും RSSന്റെ അജണ്ട നടപ്പിലാക്കി BJPക്ക് സീറ്റ് നേടിക്കൊടുത്ത് പിന്നീട് സ്ഥിരമായി ഭരിക്കാനുള്ള തന്ത്രമാണ് പിണറായി നടത്തുന്നതെന്നും CMP ജനറൽ സെക്രട്ടറി CP ജോൺ ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അജാനൂർ പഞ്ചായത്ത് UDF കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പനത്തടി പഞ്ചായത്ത് LDF റാലി ബളാന്തോട് വെച്ച് നടന്നു. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ വൻ MDMA വേട്ട. 3 പേർ കുമ്പള പോലീസിന്റെ പിടിയിൽ. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട 3 പേരെ പിടികൂടി പരിശോധിച്ചതിൽ മാരക മയക്കുമരുന്നായ MDMA പിടികൂടി. ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും കുമ്പള പോലീസും ചേർന്നാണ് ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ പ്രതികളെ പിടികൂടിയത്. മംഗൽപാടി സോങ്കാൽ എന്ന സ്ഥലത്ത് നിന്നുമാണ് പ്രതികളെ MDMAയുമായി പിടികൂടിയത്. കോയിപ്പാടി ഷേഡിക്കാവ് സ്വദേശിയും മംഗൽപാടി സോങ്കാലിൽ താമസിക്കുന്ന അഷ്റഫ് AM, കോയിപ്പാടി കടപ്പുറം സ്വദേശി സാദിഖ്, കുഡ്ലു ആസാദ് നഗർ സ്വദേശിയും പെരിയെടുക്ക എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഷംസുദ്ദീൻ AK എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 43.77 ഗ്രാം MDMAയാണ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം രഹസ്യവിവരം ശേഖരിക്കുന്നതിനായി പെട്രോളിംഗ് ഡ്യൂട്ടിക്ക് വന്ന ഡാൻസ് ഓഫ് സ്ക്വാഡിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ സാഹസികമായാണ് കീഴ്പ്പെടുത്തിയത്. 3 പേർ ഒറ്റപ്പെട്ട കുറ്റിക്കാടുള്ള സ്ഥലത്ത് നിൽക്കുന്നത് കണ്ട് സംശയം തോന്നി പരിശോധിക്കാൻ ചെന്നപ്പോഴാണ് പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. തുടർന്ന് കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപൻ M-ന്റെ മേൽനോട്ടത്തിൽ കുമ്പള സബ് ഇൻസ്പെക്ടർ ശ്രീജേഷ്, അനന്തകൃഷ്ണൻ, ASI അതുൽ റാം എന്നിവർ എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. 1ാം പ്രതിയായ അഷ്റഫ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 50 ഗ്രാം MDMA പിടികൂടിയ കേസിലെ പ്രതിയാണ്. സാദിഖ് ലഹരി കേസിലും കാപ്പ കേസിലും കാപ്പ നിയമം ലംഘിച്ച കേസിലും പ്രതിയാണ്. ഷംസുദ്ദീൻ അടിപിടി കേസുകളിലും പ്രതിയാണ്. ന്യൂസ് ബ്യൂറോ, കുമ്പള. കാസർഗോഡ് പെർളയിൽ 8 വയസ്സുകാരനെ തെരുവ് നായ കടിച്ചുകീറി. പെർള ടൗണിൽ നിൽക്കുകയായിരുന്ന കുട്ടിയെ പിന്നിലൂടെ എത്തി നായ ആക്രമിക്കുകയായിരുന്നു. ചുറ്റും ആൾക്കാരുണ്ടായ സമയത്താണ് നായ ആക്രമണം നടത്തിയത്. കയ്യിലും കാലിലും ഗുരുതരമായ രീതിയിൽ കടിയേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് പെർളയിൽ അതിക്രൂരമായാണ് 8 വയസ്സുകാരനെ തെരുവ് നായ കടിച്ചു കീറിയത്. പെർള ടൗണിൽ നിൽക്കുകയായിരുന്ന കുട്ടിയെ പിന്നിലൂടെ എത്തി നായ ആക്രമിക്കുകയായിരുന്നു. പെർള സ്വദേശിയായ സതീശന്റെ മകനാണ് നായയുടെ കടിയേറ്റത്. കയ്യിലും കാലിലും ഗുരുതരമായ രീതിയിൽ കടിയേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയെ നായ ആക്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചുറ്റും ആൾക്കാരുണ്ടായിരുന്നുവെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ പിന്നിലൂടെ എത്തി നായ കുട്ടിയെ ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം.
കുട്ടിയെ കടിച്ചതെന്ന് കരുതുന്ന നായയെ പിന്നീട് പെർളയിലെ ഒഴിഞ്ഞ സ്ഥലത്ത് ചത്ത നിലയിൽ കണ്ടെത്തി. പേയിളകിയതായി സംശയമുള്ളതിനാൽ തല്ലിക്കൊന്നതായാണ് കരുതുന്നത്. തെരുവ് നായ്ക്കളുടെ ആക്രമണമുണ്ടാകുന്നത് പതിവായതോടെ പെർള പ്രദേശത്തുള്ളവർ കടുത്ത ആശങ്കയിലാണ്. 2 ദിവസത്തിനിടെ 5 പേരെയാണ് ഇവിടെ നായ കടിച്ചത്. ഒറ്റപ്പെട്ട ഇടങ്ങളിലും ടൗണിലുമെല്ലാം തെരുവ് നായ്ക്കൾ വിഹരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ വിഷയത്തിൽ നടപടി സ്വീകരിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലൈംഗിക വൈകൃതത്തിന്റെ മനുഷ്യരൂപമായി മാറി ഓടിയൊളിക്കുന്ന രാഹുൽ മാങ്കുട്ടത്തെ പോലെയുള്ള ക്രിമിനലുകളെ തീറ്റിപ്പോറ്റുന്ന UDF മുഴുവൻ കൊള്ളസംഘങ്ങളുടെ താവളമായി മാറിയെന്ന് SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം നിതീഷ് നാരായണൻ കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നടന്ന LDF മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ നികൃഷ്ടജീവികളുടെയും കൂടാരമായി UDF നിൽക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷം കേരളത്തിൽ മുഴുവൻ വിജയകാഹളം മുഴക്കുകയാണ്. 9.5 വർഷത്തെ ഇടതുഭരണത്തിൽ ഈ കേരളം ലോകത്തിന്റെ ശ്രദ്ധയിലെത്തിയിരിക്കുന്നു. ലോകരാജ്യങ്ങളും രാജ്യത്തെ സംസ്ഥാനങ്ങളും കേരളത്തിന്റെ ഭരണ നേട്ടങ്ങൾ പഠിക്കാൻ തയ്യാറാവുകയാണ്. അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ എടുത്ത തീരുമാനം ചരിത്രപരവും മനുഷ്യനന്മയുടെ പ്രഖ്യാപനവുമാണെന്നും നിതീഷ് നാരായണൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നടന്ന LDF മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിലെന്തുണ്ട്? അതിൽ അഴിമതിയുണ്ട്. അധികാരത്തോട് ചേർന്ന് മാത്രം ആരോപിക്കപ്പെടുന്ന ആരോപണങ്ങളുടെ ഒരു നിരയുണ്ട്. അതിൽ അഴിമതിയുണ്ട്, അതിൽ സ്വജനപക്ഷപാതമുണ്ട്, അതിൽ അധികാരം ഉപയോഗിച്ച് അധസ്ഥിതരായിട്ടുള്ള മനുഷ്യർക്ക് മുകളിൽ നടത്തുന്ന കടന്നുകയറ്റമുണ്ട്, അടിച്ചമർത്തലുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആരോപണങ്ങൾ ഭരണപക്ഷത്തിന് നേരെ മാത്രമാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും ഉയരുക. എന്നാൽ ഇത്തവണ 2025 കേരളത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ലോക ചരിത്രത്തിലെമ്പാടും ഭരണപക്ഷത്തിന് നേരെ മാത്രം ഉയരാൻ സാധ്യതയുണ്ടായിരുന്ന ആരോപണങ്ങൾ ഒന്നൊഴിയാതെ പ്രതിപക്ഷം നെഞ്ചത്തെടുത്തു വെച്ച് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന കാഴ്ചയാണ് നമ്മുടെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ സ്ഥാനാർത്ഥികൾ പാട്ടുപാടി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നൊരു കാലത്ത് വളരെ സമാധാനത്തോടെ ശാന്തമായി സ്വസ്ഥമായ മനസ്സോടുകൂടി ഇതുപോലെ നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുന്ന ഒരു കാലത്ത് കേരളത്തിലെ ഒരു പ്രതിപക്ഷ MLA പെരിച്ചാഴി പായുന്നത് പോലെ എവിടെയോ പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയില്ല ഭക്ഷണം കഴിക്കുന്നുണ്ടോന്ന്. പൊതുസമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CK ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത പ്രഭാഷകൻ VK സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തി. 47 വാർഡുകളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഹാരാർപ്പണം നടത്തി പരിചയപ്പെടുത്തി. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ, ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജ്മോഹനൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, LDF മണ്ഡലം കൺവീനർ KV കൃഷ്ണൻ, JDS ജില്ലാ പ്രസിഡന്റ് PP രാജു, NCPS ജില്ലാ ജനറൽ സെക്രട്ടറി ഉദിനൂർ സുകുമാരൻ, പ്രമോദ് കരുവളം, KC പീറ്റർ, ഷംസുദ്ദീൻ, സ്റ്റീഫൻ ജോസഫ്, KV രാഘവൻ, പനങ്കാവ് കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ VK നിഷാന്ത് സ്വാഗതം പറഞ്ഞു. രണ്ടാം പിണറായി ഗവൺമെന്റും മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റും ഒറ്റക്കെട്ടാണെന്നും RSSന്റെ അജണ്ട നടപ്പിലാക്കി BJPക്ക് സീറ്റ് നേടിക്കൊടുത്ത് പിന്നീട് സ്ഥിരമായി ഭരിക്കാനുള്ള തന്ത്രമാണ് പിണറായി നടത്തുന്നതെന്നും CMP ജനറൽ സെക്രട്ടറി CP ജോൺ ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അജാനൂർ പഞ്ചായത്ത് UDF കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ടാം പിണറായി ഗവൺമെന്റും മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റും ഒറ്റക്കെട്ടാണെന്നും RSSന്റെ അജണ്ട നടപ്പിലാക്കി BJPക്ക് സീറ്റ് നേടിക്കൊടുത്ത് പിന്നീട് സ്ഥിരമായി ഭരിക്കാനുള്ള തന്ത്രമാണ് പിണറായി നടത്തുന്നതെന്നും CMP ജനറൽ സെക്രട്ടറി CP ജോൺ അഭിപ്രായപ്പെട്ടു. ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അജാനൂർ പഞ്ചായത്ത് UDF കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ടാം പിണറായി ഗവൺമെന്റും മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വാങ്ങിക്കുക അതൊന്നുമല്ല. ഇവിടെ RSSന്റെ അജണ്ട
കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് ഒരു 10-25 സീറ്റ് BJPക്ക് കിട്ടിയാൽ പിന്നെ സ്ഥിരമായി ഭരിക്കാമെന്നാണ് പിണറായിയുടെ തീസിസ്. മനസ്സിലായി? ഒരു 25 സീറ്റ് അവർ ഭരിക്കട്ടെ, അവർ ജയിക്കട്ടെ. ബാക്കി 115 സീറ്റിൽ 60 സീറ്റ് കിട്ടിയാൽ ഭരിക്കാമല്ലോ. ആർക്ക്? ഇടതു മുന്നണി. പിന്നെ UDF ഉണ്ടെങ്കിൽ UDF ഉണ്ടായിക്കോട്ടെ. ഭയങ്കര അപകടകരമായ ഒരു ഫോർമുലയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മതേതരമായ എല്ലാ മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും നശിപ്പിച്ചു കൊടുക്കാനുള്ള കരാറാണ് പിണറായി വിജയൻ പിടിച്ചിട്ടുള്ളത്. ഇപ്പൊ സ്ത്രീ പ്രവേശനം ശബരിമല എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലായില്ല. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ നരേന്ദ്രമോദി വന്ന ഉടനെ ഞങ്ങളുടെ സമ്മേളനം MER മരിച്ചതിന് ശേഷം കൂടിയപ്പോൾ അഖിൽ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, ഈ നരേന്ദ്രമോദിയെ എതിർക്കണം എങ്ങനെ എതിർക്കും? മതേതരമായ എല്ലാ മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും നശിപ്പിച്ചു കൊടുക്കാനുള്ള കരാറാണ് പിണറായി ഏറ്റെടുത്തിട്ടുള്ളത് എന്നും CP ജോൺ കുറ്റപ്പെടുത്തി. മുബാറക് ഹസൈനാർ ഹാജി അധ്യക്ഷത വഹിച്ചു. ഹക്കീം കുന്നിൽ, ബഷീർ വെള്ളിക്കോത്ത്, PV സുരേഷ്, V കമ്മാരൻ, VK രവീന്ദ്രൻ, KV ഉമേശൻ, വൺഫോർട്ട് അബ്ദുൾ റഹ്മാൻ, ഹമീദ് ഹാജി, മുഹമ്മദ് കുഞ്ഞി, കുഞ്ഞിരാമൻ ഏക്കാൽ, T കൃഷ്ണൻ, TK വിനോദ്, ലക്ഷ്മി തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. CV തമ്പാൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും കുടുംബ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പനത്തടി പഞ്ചായത്ത് LDF റാലി ബളാന്തോട് വെച്ച് നടന്നു. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. പനത്തടി പഞ്ചായത്ത് LDF റാലി ബളാന്തോട് വെച്ച് നടന്നു. പ്രതാപചന്ദ്രൻ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് അർഹതപ്പെട്ട 57,400 കോടി രൂപ തരാനുണ്ടായിരുന്നു. മോദിയുടെ വീട്ടിലെ പണമാണോ? അല്ല. BJPയുടെ ഓഫീസിലെ പണമാണോ? അല്ല. ഔദാര്യാണോ? അല്ല. എന്റെയും നിങ്ങളുടെയും നികുതി പണം ഈ കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട 57,400 കോടി രൂപ തരാതെ കേരളത്തോട് രാഷ്ട്രീയ പകപോക്കൽ നടത്തി മോഡി. അപ്പോഴാ ബുദ്ധിമുട്ടുണ്ടായത്. ഒരു ടൈറ്റായി പോയി. ഇപ്പൊ പൈസ കിട്ടിയോ? മോഡിന്റെ പൈസ കിട്ടിയോ? കിട്ടിയിട്ട പക്ഷെ എന്താ? ചട്ടം 300 പ്രകാരം പിണറായി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു, മറ്റെന്ത് മാറ്റിവെച്ചാലും എന്ത് കൊടുക്കും? പെൻഷൻ കൊടുക്കും. അങ്ങനെ പെൻഷൻ കൃത്യമായി കൊടുക്കാൻ തീരുമാനിച്ചു. മോഡിയുടെ ഒരു ഉറുപ്പ് കിട്ടിയിട്ടില്ല. പക്ഷെ ചിലത് മാറ്റിവെച്ചു. പിന്നീടാവാം. പെൻഷൻ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പ്രയാസപ്പെടും. അങ്ങനെയാണ് 2000 രൂപ പെൻഷൻ വർദ്ധിപ്പിച്ച് ആ കുടിശ്ശിക തീർത്തു കൊടുത്ത് 2000 രൂപ ഇത് മാസാമാസം കൈകളിലേക്ക് ഡിസംബർ 15 അടുത്ത മാസത്തെ വരികയാണ്. MV കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പാർട്ടി ഏരിയ സെക്രട്ടറി PG മോഹൻ, T കോരൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സാബു അബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ സുനിൽ മാടക്കൽ, VK രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. SIR പരിഷ്കരണം മുസ്ലിം ജനവിഭാഗത്തെ ബോധപൂർവം ഒഴിവാക്കാനുള്ള മോദിയുടെ തന്ത്രമെന്ന് DYFI മുൻ സംസ്ഥാന സെക്രട്ടറി T ശശിധരൻ. LDYF അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാറ്റാടിയിൽ സംഘടിപ്പിച്ച യുവജന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. SIR വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ നടക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തെ ബോധപൂർവം ഒഴിവാക്കാനുള്ള നരേന്ദ്രമോദിയുടെ തന്ത്രമാണെന്ന് DYFI മുൻ സംസ്ഥാന സെക്രട്ടറി T ശശിധരൻ അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് LDYF അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാറ്റാടിയിൽ സംഘടിപ്പിച്ച യുവജന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ 16 കോടി മുസൽമാൻ ഇന്ത്യൻ പൗരന്മാരല്ല. അവർക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ താമസിക്കാം. ഇപ്പൊ ബംഗാളി ഇന്ത്യ വന്ന് താമസിച്ചാൽ ആളെ ഓടിച്ചിട്ട് കൊല്ലണല്ലോ. ഇവിടെ അവർക്ക് വോട്ടവകാശമുണ്ടോ? ഇല്ല. അവർക്ക് വീടിന്റെ നമ്പർ കിട്ടുമോ? ഇല്ല. അവർക്ക് കറണ്ട് കിട്ടാൻ വല്ല അവകാശമുണ്ടോ? ഇല്ല. അവർക്ക് അത്യാവശ്യമായി അവരുടെ വിനോദ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ അവകാശമുണ്ടോ?
ഇന്ത്യയിലെ 16 കോടി മുസ്ലിമിനും ഭാവി അതാണ്. അതാണ് പൗരത്വ ഭേദഗതി ബില്ലിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്താ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. ഇങ്ങനെ ഇത് ആരുണ്ടാക്കി? അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരാ നടത്തുന്നത്? ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ ആരുടെ കീഴിലാണ്? മോഡിയുടെ കീഴിൽ. മോഡി എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ പാർട്ടിയുടെ നേതാവ്, മോഡിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന BJPയുടെ ചെറിയ നേതാവാണ് ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് ജയിപ്പിക്കണം. 74 ലക്ഷം പോയപ്പോ ബീഹാറിൽ RJDക്ക് 60-70 സീറ്റ്. വോട്ടർ പട്ടിക പരിഷ്കരണം മൂലം ഇന്ത്യയിലെ 16 കോടി മുസ്ലിം ജനത ഇന്ത്യൻ പൗരന്മാർ അല്ലാതാവുമെന്നും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും മോദിയുടെ ബി ടീം പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ നിന്നും മത്സരിക്കുന്നവരെ യുവജന സംഗമത്തിൽ വച്ച് ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. AISF നേതാവ് ജിനു ശങ്കർ അധ്യക്ഷത വഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജില്ലാ പഞ്ചായത്ത് മടിക്കൈ ഡിവിഷൻ സ്ഥാനാർത്ഥി K സബീഷ്, പെരിയാർ ഡിവിഷൻ സ്ഥാനാർത്ഥി KK സോയ, ബ്ലോക്ക് പഞ്ചായത്ത് മടിയൻ ഡിവിഷൻ സ്ഥാനാർത്ഥി PK മഞ്ജിഷ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി VV തുളസി, ശിവജി വെള്ളിക്കോത്ത്, ഹരിത നാലപ്പാടം, MV രാഘവൻ എന്നിവർ സംസാരിച്ചു. DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി V ഗിനീഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള വീൽ ചെയർ റൈറ്റേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഉണർവ് 2025 ഭിന്നശേഷി കൂട്ടായ്മയും കുടുംബ സംഗമവും നടന്നു. പള്ളിക്കര ബീച്ച് പാർക്കിൽ നടന്ന പരിപാടികൾ സാംസ്കാരിക പ്രവർത്തകനും ചലച്ചിത്ര നടനുമായ അഡ്വക്കേറ്റ് C ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി പള്ളിക്കര ബീച്ച് പാർക്കിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കൂട്ടായ്മയും കുടുംബ സംഗമവും വിവിധ കലാപരിപാടികളോടെ നടന്നു. സാംസ്കാരിക പ്രവർത്തകനും ചലച്ചിത്ര നടനുമായ അഡ്വക്കേറ്റ് C ഷുക്കൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു. വാസ്തവത്തിൽ ഇവിടെ വന്നപ്പോഴാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു മഹത്വം എനിക്ക് മനസ്സിലായത്. 40 വർഷവും 30 വർഷവും 25 വർഷമൊക്കെ അരക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട് ജീവിതം വീടിൻ്റെ അകത്ത് മാത്രം നിന്നിരുന്ന മനുഷ്യർ മറ്റെല്ലാവരെയും പോലെ ആകാശവും കടലും ഭൂമിയൊക്കെ കണ്ട് സന്തോഷത്തോടുകൂടി ഒത്തുചേരാൻ കഴിയുന്നത് തീർച്ചയായും ഈ സംഘടനയുടെ ബലമാണ്. അത് ഭയങ്കര സന്തോഷമുണ്ടാക്കുന്ന, സംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നിയത്. ഉദ്ദേശം 5000 മെമ്പർമാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സംഘടനയിൽ എഴുതി എന്നാണ് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞത്. ജില്ലാ പ്രസിഡന്റ് രാകേഷ് കൂട്ടപ്പുന്ന അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി സുനിൽകുമാർ ബംഗളം സ്വാഗതം പറഞ്ഞു. സംഘടനയുടെ പ്രഥമ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് മാളിയേക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മുടെ ആവശ്യങ്ങൾ, അതായത് സാധാരണ ഭിന്നശേഷിക്കാരിൽ 21 തരം ഭിന്നശേഷി ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ തീക്ഷ്ണമായ ഭാവം അനുഭവിക്കുന്ന വിഭാഗമാണ് നമ്മളുടെ കിടപ്പ് രോഗികളും വീൽചെയറിൽ കഴിയുന്നവരുമായിട്ടുള്ളത്. ഇവരുടെ ആവശ്യങ്ങൾ പറയാൻ, അവരുടെ ആവശ്യങ്ങൾ സർക്കാർ തലത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ രൂപീകരിച്ച സംഘടനയാണ് ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ. പക്ഷേ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇത്ര ആയാസമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരവസ്ഥയല്ലായിരുന്നു. കാരണം അതിന്റെ തുടക്കകാലം നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നമുക്ക് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ആശയം വന്നപ്പോൾ നമുക്ക് സംസ്ഥാന തലത്തിൽ കിടപ്പ് രോഗികളായിട്ടുള്ള നമ്മൾ വീൽ ചെയറിൽ കഴിയുന്നവരുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കാൻ വേണ്ടി നമുക്ക് ഒരു നിവേദന സമർപ്പണം നടത്തിയാലോ എന്നൊരു ആലോചന വന്നു. അതിന്റെ ഭാഗമായിട്ട് 14 ജില്ലകളിൽ നമുക്ക് നിവേദന സമർപ്പണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നു. പക്ഷേ ഇന്നത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞ പോലെ നമുക്ക് അന്നത്തെ കാലത്ത് തന്നെ സാധ്യമാണോ? എല്ലാവരും പറഞ്ഞു അതൊന്നും നടക്കുകയല്ല, 14 ജില്ലകളിൽ കാര്യങ്ങൾ നടക്കുകയല്ല, അതൊക്കെ വെറുതെ ഒരു പാഴ്വാക്കാണ്. എന്നെ എത്രയോ പേര് അതിനകത്ത് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാമോ? അതായത് ഇത് നടക്കില്ല, നിങ്ങളെ കൊണ്ട് പറ്റില്ല. പക്ഷേ അതൊരു വാശിയായിരുന്നു. അന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഒരു സമൂഹവും കൂടെ, ഒരു നല്ല കുറച്ച് ആൾക്കാരും കൂടെ, നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങളെ ഒത്തിരി പേര് അതിനെ സഹായിച്ചിട്ടുണ്ട്. ടെലിവിഷൻ വൈറൽ ഗായകൻ രതീഷ് കണ്ടെടുക്കം മുഖ്യാതിഥിയായി. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച സംഘടനയിലെ അംഗങ്ങളെയും
SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളെയും മക്കളെയും ചടങ്ങിൽ വെച്ച് വിശിഷ്ട വ്യക്തികൾ ആദരിച്ചു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് രാകേഷ് കൂട്ടപ്പുന്ന രചിച്ച സഞ്ചാര സാഹിത്യം അയനം അതിജീവനത്തിന്റെ സഞ്ചാരപഥങ്ങൾ എന്ന പുസ്തകത്തെ മുഹമ്മദ് യാസിർ പരിചയപ്പെടുത്തി. AKWRF സംസ്ഥാന പ്രസിഡന്റ് നാസർ CCO, മൊയ്തീൻ പൂവക്കട, ഇബ്രാഹിം ബിസ്മി, മനോജ്, മുഹമ്മദ് യാസിർ, ആദി നാരായണൻ, അംബിക സുനിൽ, ഷിജിൽ, സദി കൊടക്കാട് എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രഷറർ രാമചന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് വിവിധങ്ങളായ കലാകായിക പരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ താളിക്കുണ്ട് താനത്തിങ്കാൽ ചെറിയ ഇടച്ചി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് തെയ്യങ്കെട്ടിന്റെ ആരവമുയർത്തിക്കൊണ്ട് കന്നിക്കലവറയ്ക്കായുള്ള കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നു. ആചാര സ്ഥാനികരുടെ മഹനീയ സാന്നിധ്യത്തിൽ ഗോവിന്ദൻ ആചാരി നടുവട്ടം വയൽ കുറ്റിയടിക്കൽ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുന്ന അടോട്ട് മൂത്തേടത്ത് കുതിര് പഴയ സ്ഥാനത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന പുല്ലൂർ താളിക്കുണ്ട് താനത്തിങ്കാൽ ചെറിയ ഇടച്ചി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് തെയ്യങ്കെട്ടിൻ്റെ ആരവമുയർത്തിക്കൊണ്ട് കന്നിക്കലവറയ്ക്കായുള്ള കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നു. ആചാര സ്ഥാനികരുടെ മഹനീയ സാന്നിധ്യത്തിൽ ഗോവിന്ദൻ ആചാരി നടുവട്ടം വയൽ കുറ്റിയടിക്കൽ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു. ഇതോടൊപ്പം പാലമുറിക്കൽ ചടങ്ങും നടന്നു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കുമാരൻ വയ്യോത്ത്, അടോട്ട് മൂത്തേടത്ത് കുതിര് പഴയ സ്ഥാനം പ്രസിഡന്റ് ഹരിഹരൻ വെള്ളിക്കോത്ത്, സെക്രട്ടറി MV നാരായണൻ പുല്ലൂർ, ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ V സുധീർ ബാബു, കോയ്മ V ഉണ്ണികൃഷ്ണൻ, കോർഡിനേറ്റർ വിശ്വൻ വയ്യോത്ത്, B നാരായണൻ വെള്ളിക്കോത്ത്, ദാമോദരൻ മധുരമ്പാടി എന്നിവർ നേതൃത്വം നൽകി. അടോട്ട് പഴയ സ്ഥാനത്തിൻ്റെ കീഴിൽ ചെറിയടിച്ച് തറവാട്ടിൽ തെയ്യങ്കെട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ആ തെയ്യങ്കെട്ടിൻ്റെ മുന്നോടിയായിട്ടുള്ള കല്ലിക്കലവറക്ക് കുറ്റിയടിക്കൽ ഇന്ന് രാവിലെ മുഹൂർത്തത്തിൽ കഴിഞ്ഞു. അതിനുശേഷം അതിനാവശ്യമായ പൊന്തലിനും മറ്റ് ആവശ്യമായ പാല മുറിക്കാനുള്ള കുറിയിടൽ ചടങ്ങാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ തെയ്യങ്കെട്ട് മാർച്ച് 10, 11, 12 തീയതികളിലാണെങ്കിലും അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ തന്നെ വളരെ നല്ല രീതിയിൽ എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി നടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. 2026 മാർച്ച് 10, 11, 12 തീയതികളിലായി വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അതിയാമ്പൂര് മക്കക്കോടൻ തറവാടിലെ ഈ വർഷത്തെ ആണ്ട് കളിയാട്ടം ഭക്തിയുടെ നിറവിൽ സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന കളിയാട്ടത്തിൽ നിരവധി തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം നൽകി. അതിയാമ്പൂർ മക്കാക്കോടൻ തറവാട്ടിലെ ഈ വർഷത്തെ ആണ്ട് കളിയാട്ടത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. 2 ദിവസങ്ങളിലായി നടന്ന കളിയാട്ടത്തിൽ നിരവധി തെയ്യങ്ങൾ ചെണ്ടമേളത്തിൻ്റെയും ചിലമ്പലിനാദത്തിൻ്റെയും ഭക്തി സാന്ദ്രമായ ആർപ്പുവിളികളുടെയും അകമ്പടിയിൽ ഉറഞ്ഞാടി ഉരിയാടി ഭക്തർക്ക് അനുഗ്രഹം നൽകി. മൂവാളംകുഴി ചാമുണ്ടി, വിഷ്ണുമൂർത്തി, പൊട്ടൻ തെയ്യം, അരയിക്കര ഭഗവതി എന്നീ തെയ്യങ്ങൾ തറവാട് സന്നിധിയിൽ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം നൽകി.
കളിയാട്ട ഉത്സവത്തിന്റെ ഭാഗമായി തിടങ്ങൽ, വിവിധ തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റങ്ങൾ, തുലാഭാരം, അനുബന്ധ പ്രാർത്ഥനകൾ, അന്നദാനം തുടങ്ങിയ നിരവധി ചടങ്ങുകൾ നടന്നു. തറവാട്ട് അംഗങ്ങളോടൊപ്പം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ കലാസാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഉത്സവത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അരവത്ത് എരോൾ തെക്കുവീട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. അരവത്ത് എരോൽ തെക്കുവീട് തറവാട്ടിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പൊട്ടൻ തെയ്യം, ചെർലത്ത് ഭഗവതി, വിഷ്ണുമൂർത്തി, പാടാർകുളങ്ങര ഭഗവതി, മൂവാളംകുഴി ചാമുണ്ടി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങൾ കളിയാട്ട മഹോത്സവത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പുണർത്തം ഉത്സവം നടന്നു. തിടമ്പ് നൃത്തം ഭക്തിയുടെ നിറവിൽ നടന്നു. പുല്ലൂർ വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പുണർത്തം ഉത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായുള്ള തിടമ്പ് നൃത്തവും ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ആളുകളാണ് ഉത്സവം ദർശിക്കാനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ വൻ MDMA വേട്ട. 3 പേർ കുമ്പള പോലീസിന്റെ പിടിയിൽ. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. കാസർഗോഡ് പെർളയിൽ 8 വയസ്സുകാരനെ തെരുവ് നായ കടിച്ചുകീറി. പെർള ടൗണിൽ നിൽക്കുകയായിരുന്ന കുട്ടിയെ പിന്നിലൂടെ എത്തി നായ ആക്രമിക്കുകയായിരുന്നു. ചുറ്റും ആൾക്കാരുണ്ടായ സമയത്താണ് നായ ആക്രമണം നടത്തിയത്. ലൈംഗിക വൈകൃതത്തിന്റെ മനുഷ്യരൂപമായി മാറി ഓടിയൊളിക്കുന്ന രാഹുൽ മാങ്കുണ്ടത്തെ പോലെയുള്ള ക്രിമിനലുകളെ തീറ്റിപ്പോറ്റുന്ന UDF മുഴുവൻ കൊള്ളസംഘങ്ങളുടെ താവളമായി മാറിയെന്ന് SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം നിതീഷ് നാരായണൻ. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നടന്ന LDF മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പടന്ന ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് 10ാം വാർഡ്. പരത്തിച്ചാൽ ഉദിനൂർ സെൻട്രൽ UDFും LDFും മാറി മാറി ഭരിച്ച ചരിത്രമുള്ള പടന്ന പഞ്ചായത്തിൽ ഇക്കുറി 10ാം വാർഡിൽ ഇരു മുന്നണിക്കും നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. രണ്ടാം പിണറായി ഗവൺമെന്റും 3ാം നരേന്ദ്രമോദി ഗവൺമെന്റും ഒറ്റക്കെട്ടാണെന്നും RSSന്റെ അജണ്ട നടപ്പിലാക്കി BJPക്ക് സീറ്റ് നേടിക്കൊടുത്ത് പിന്നീട് സ്ഥിരമായി ഭരിക്കാനുള്ള തന്ത്രമാണ് പിണറായി നടത്തുന്നതെന്നും CMP ജനറൽ സെക്രട്ടറി CP ജോൺ ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അജാനൂർ പഞ്ചായത്ത് UDF കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പനത്തടി പഞ്ചായത്ത് LDF റാലി ബളാന്തോട് വെച്ച് നടന്നു. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.